ഗുഡ് മോർണിംഗ്. ഞായർ കഴിഞ്ഞ് തിങ്കളിലോട്ടാകുമ്പോഴത്തേന് എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും അല്ലേ? കൂടുതലും പിള്ളേർക്കാണ്. സ്കൂളിൽ പോകുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ മടിയായിരിക്കും. തിങ്കൾ കഴിയുമ്പോഴത്തേനും ഓക്കെ ആവും, ഒരു ഫോഴ്സിലങ്ങ് പോയിക്കോളും. പിന്നെ ഇവിടെ ഇന്ന് രാവിലെ കാപ്പിക്ക് അപ്പവും ചപ്പാത്തിയും ഉണ്ടായിരുന്നേ. ഇത് അപ്പത്തിൻ്റെ മാവ് ഇന്നലത്തെ മാവാണ്. നമുക്കിവിടെ എല്ലാ ഞായറാഴ്ചയും വെള്ളയപ്പം തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാ ഞായറാഴ്ചയും വെള്ളയപ്പമേ ഉണ്ടാക്കത്തുള്ളൂ. അതങ്ങനെ തന്നെയാണ്. കറി മാത്രം മാറ്റി പിടിക്കുവേ. അപ്പോൾ അതിൻ്റെ മാവ് പിറ്റേ ദിവസത്തേനും കാണും. അതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഇവിടുത്തെ പിള്ളേർക്ക് രാവിലെ അപ്പമായിരിക്കുവേ. പിന്നെ അപ്പം വേണ്ടാന്ന് പറയുമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ പുട്ടങ്ങാണം പുഴുങ്ങി കൊടുക്കുന്നത്. പിന്നെ ഇന്നത്തേനിപ്പോൾ ചപ്പാത്തിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അപ്പവും ചപ്പാത്തിയാണേ. കാര്യം പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഈ അപ്പം ഉണ്ടാക്കിയത് സ്കൂളിൽ കൊടുത്തു വിടാനും ചപ്പാത്തി രാവിലെ കഴിക്കാനും വേണ്ടിയാണ്. പക്ഷേ രണ്ടുപേരും നേരെ തിരിച്ചാണ് ചെയ്തത്. രണ്ടുപേർക്കും സ്കൂളിൽ കൊണ്ടുപോകാൻ ചപ്പാത്തി മതിയെന്നും രാവിലെ കഴിക്കാൻ അപ്പം മതിയെന്നും പറഞ്ഞ് പിന്നെ അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ഈ അരി ആട്ട ഇടുമ്പോഴത്തേന് കറക്റ്റ് 2 ദിവസത്തേന് ആട്ട ഇടുന്നത്. മാവ് 2 ദിവസത്തേന് കാണും. അത് അപ്പം ഉണ്ടാക്കുമ്പം ഞായറും കാണും, തിങ്കളും കാണും. പിന്നെ ദോശയ്ക്കോ ഇഡലിക്കോ ചെയ്യുമ്പോഴത്തേനും അതും കറക്റ്റ് 2 ദിവസം കാണും. ഒരു ദിവസം നമ്മൾ ഇഡലി ചെയ്യുവാണെങ്കിൽ പിറ്റേ ദിവസം ദോശ ചെയ്യും, അങ്ങനെയാണ്. പിന്നെ പുട്ടും ഇടിയപ്പം, ചപ്പാത്തി, പൂരി അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് അന്നത്തേന് തന്നെ ആയിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നമ്മൾ പാക്കറ്റ് ചപ്പാത്തി മേടിക്കും കേട്ടോ. ചില ദിവസം ഞാൻ അല്ലാതെ ചെയ്തെടുക്കുകയും ചെയ്യും. ഉച്ചക്കലത്തെ ചോറിനുള്ള കറിയും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ. 2 ദിവസത്തേനായിരിക്കും കറി വെക്കുന്നത്. 2 ദിവസത്തേന് എടുക്കും. പിന്നെ 3-ൻ്റെ അന്ന് വീണ്ടും വെക്കും. ചോറും അങ്ങനെ തന്നെ ആയിരിക്കുമേ. അപ്പോൾ നമുക്ക് എടുത്ത് വെക്കാവേ സ്കൂളിലേക്കുള്ളതൊക്കെ. ഇത് മൂത്താളുടെ പാത്രമാണേ. മൂത്താൾക്ക് 2 ചപ്പാത്തി വെച്ച് കൊടുക്കുവേ. പിന്നെ ഞാൻ ഇച്ചിരി ക്യാരറ്റ് അരിഞ്ഞ് ഒരു ലേശം ഉപ്പ് ഇട്ട് ഒന്ന് പുരട്ടി വെച്ചിരുന്നതാണേ. അത് എടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി കടലക്കറിയാണേ. ഇത് ഇളയാളുടെ പാത്രം. ഇളയാൾക്ക് ഞാൻ 1 ചപ്പാത്തി എടുത്ത് വെച്ച് കൊടുക്കുന്നുള്ളൂ, 1 മതിയെന്ന് പറഞ്ഞ്. 1 തന്നെ ആൾക്ക് ധാരാളം. പിന്നെ ഇളയാൾക്ക് കറി വെച്ച് കൊടുക്കുമ്പോഴത്തേനും കടലയുടെ കറി വെക്കത്തില്ല, കടല മാത്രമേ വെച്ച് കൊടുക്കത്തുള്ളൂ. ചാറ് കൂട്ടത്തില്ല. കടല ഇങ്ങനെ എടുത്തെടുത്ത് കഴിച്ചോളൂ അങ്ങ്. മൂത്ത ആൾക്ക് തോനെ കറിയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കും. ഇവർക്കൊന്ന് സ്നാക്സിന് അരിമുറുക്കും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ല, ഇവിടെ രണ്ടുപേരും ഫ്രൂട്ട്സ് ഒന്നും കൊണ്ടുപോകത്തതുമില്ല, അധികം അങ്ങോട്ട് കഴിക്കത്തതുമില്ല. നമുക്കിവിടെ ദിവസവും പപ്പയ്ക്ക കാണും, മിക്ക ദിവസവും കാണും. ഇഷ്ടംപോലെ പപ്പയ്ക്കുണ്ട് നമുക്ക്. പക്ഷേ ഈ പിള്ളേരൊന്നും കഴിക്കത്തില്ല, രണ്ടുപേരും കഴിക്കത്തില്ല. അഥവാ ഒന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കറുമുറായിരിക്കുന്ന പപ്പയ്ക്ക ഉണ്ടല്ലോ, അധികം പഴുക്കാത്ത, അതാണെങ്കിൽ ഒരു ഇച്ചിരി അങ്ങനെ കഴിച്ചെന്ന് പറയാം. പിന്നെ രണ്ടുപേരുടെയും ബോട്ടിൽ, മൂത്ത ആൾക്ക് കഴിഞ്ഞ വർഷം വരെ സ്റ്റീലിൻ്റെ ബോട്ടിലായിരുന്നു. ഈ പ്രാവശ്യം പറ്റത്തില്ല, സിപ്പ് ചെയ്യുന്ന ബോട്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും അത് തന്നെ മേടിച്ചത്. പിന്നെ ഞാൻ ചൂടുവെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല, നല്ല തണുത്ത ആറിയ വെള്ളം തന്നെ ആയിരിക്കും ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ രണ്ടുപേരുടെയും കിറ്റിനകത്ത് ഞാൻ പേരെഴുതി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.